വാർണിംഗ് സൈൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, ബിനൈൻ ആൻഡ് ക്യാൻസറസ് ടൈപ്പ്. അപ്പോൾ ബിനൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈബ്രോ അഡിനോമ, അല്ലെന്നുണ്ടെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ആയിട്ടുള്ള ഫൈബ്രോ അഡിനോസിസ് ഇതുപോലെയുള്ളവയും ആവും. ക്യാൻസറസ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ആയിരിക്കും. പക്ഷേ അഡിനോമ അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമ പോലത്തെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രസ്റ്റ് മൗസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈസിലി മൂവബിൾ ആയിരിക്കും. ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. എല്ലാ മന്തിലും ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും രണ്ട് ബ്രസ്റ്റ് ഒരേപോലെ നോക്കണം. എന്തെങ്കിലും സൈസിന്റെ ഡിഫറൻസ് ഉണ്ടോ, കളർ ചേഞ്ചസ് ഉണ്ടോ, നിപ്പിളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിപ്പിൾ പ്രത്യേകിച്ചായിട്ട് ഇൻവേർട്ട് അതായത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഡിസ്ചാർജ് ബ്ലഡി അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതർ ഡിസ്ചാർജ് വരുന്നുണ്ടോ, അതായത് ബ്രസ്റ്റ് മിൽക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ടോ. മാസ്റ്റാൾജിയ പോലുള്ള കേസസിന് അതായത് പെയിന്, നമുക്ക് ബ്രസ്റ്റിലെ പെയിൻ ഉണ്ട്, ഒരു കാരണം കൊണ്ടിട്ട് മാത്രം ആവണമെന്നില്ല. സെൽഫ് എക്സാമിനേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ മിററിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചെയ്യാം, അതെന്നുണ്ടെങ്കിൽ ലൈൻ പൊസിഷനിൽ ചെയ്യാം. അപ്പോൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ടിപ്പ് ഓഫ് ദ ഫിംഗർ ഉപയോഗിച്ചിട്ടായിരിക്കണം പാൽപ്പേറ്റ് ചെയ്യേണ്ടത്. ക്ലോക്ക് വൈസ് ഒരു സൈഡിൽ നിന്ന് പാൽപ്പേറ്റ് ചെയ്ത് ഇങ്ങേറ്റം വരെ ചെയ്തു. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 10th ഡേ ഓഫ് മെൻസ്ട്രേഷൻ ആണ്. പലരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നുണ്ടാവും, പക്ഷേ അതിന്റെ ടൈം വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ പീരീഡ്സിന് തൊട്ട് മുമ്പായിരിക്കും പലപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാവും, അതായത് പെയിൻ ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലംബ് പോലെ ഫീൽ ചെയ്യാം. ഇത് പീരീഡ്സിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു കോമൺ സിംറ്റം ആണ്. ഇപ്പോൾ സ്കിന്നിലുള്ള ഡിസ്കളറേഷൻ, എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിലെ ആ ടെക്സ്ചറിന്റെ വ്യത്യാസം, അത് നമ്മൾ പ്യൂഡേ ഓറഞ്ച് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലിപ്പുറം ഉള്ള പോലത്തെ ഒരു ടെക്സ്ചർ. ഇതിനെക്കുറിച്ച് കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ വേണമെങ്കിൽ നമ്മുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാം.